ഹായ് ഗൈസ്, ഇന്ന് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നമുക്കൊന്ന് സംസാരിച്ചിട്ടൊക്കെ പോവാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലോത്സവമാണ്. ഇപ്പോൾ ഞാൻ ചെറുതിലെ മുതലേ ഒരു 4th സ്റ്റാൻഡേർഡ് മുതലൊക്കെ നമ്മുടെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. 4th സ്റ്റാൻഡേർഡിൽ ഞാൻ ഗ്രൂപ്പ് സോങ് അങ്ങനത്തെ ഐറ്റത്തിനൊക്കെയാണ് പങ്കെടുത്തിരുന്നത്. എറണാകുളം ജില്ലയിൽ എറണാകുളം സബ് ജില്ല കലോത്സവത്തിനാണ് പോകുന്നത്. LP ലെവലിൽ നമുക്ക് സബ് ജില്ല മാത്രമേ ഉള്ളൂ. UP ലെവലിലാണ് നമുക്ക് ഡിസ്ട്രിക്റ്റും കൂടി വരുന്നത്. സ്റ്റേറ്റ് ലെവൽ വരുമ്പോഴേക്ക് അത് ഹൈസ്കൂളിലാണ്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിക്കാണ് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസ് ഉണ്ടാകുന്നത്. ഷിറ്റ്. ഓക്കെ, അപ്പോൾ പറയാൻ വന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒത്തിരി വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട്. കലോത്സവത്തിന് സ്റ്റേജിൽ കയറി കൈ പൊട്ടി കുപ്പികളിട്ടിട്ട് കൈ അടിക്കുമ്പോൾ കൈ പൊട്ടി ചോര വന്ന് അത് മേത്ത് മുഴുവനായിട്ടും നിർത്താതെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ഇപ്പോൾ കൂട്ടത്തിലൊരു കുട്ടി കുഴഞ്ഞു വീഴുന്നത് കണ്ടിട്ടും നിർത്താതെ കണ്ടിന്യൂ ചെയ്യുന്ന ബാക്കി ഉള്ള നമ്മുടെ ആയിട്ട് ഡാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ പാട്ടിന്റെ കാര്യത്തിൽ മിക്കവാറും അങ്ങനെ കുഴഞ്ഞു വീഴുന്ന സംഭവങ്ങൾ കുറവാണ്. ഡാൻസിന്റെ അല്ലെങ്കിൽ ഒപ്പന, തിരുവാതിര കളി, ഗ്രൂപ്പ് ഡാൻസ്, ഇതിലൊക്കെയാണ് അങ്ങനെ കുഴഞ്ഞു വീഴുന്ന പരിപാടികൾ കൂടുതലും നമ്മൾ കാണാറുള്ളത്. ഞാനും ഈ പറഞ്ഞ പോലെ കുഴഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് കലോത്സവത്തിന് തൊട്ട് മുന്നത്തെ സമയം മിക്കവാറും ഒരാഴ്ചയൊക്കെ തന്നെ ഹെക്റ്റിക് ആയിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കും. ഒരു കുട്ടിക്ക് 5 ഐറ്റത്തിന് വരെ പങ്കെടുക്കാം. അപ്പൊ ഈ 5 ഐറ്റത്തില് ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഐറ്റം സിംഗിളും 2 ഐറ്റം ഗ്രൂപ്പും ആയിരിക്കും. അപ്പൊ ഈ 3 ഐറ്റം സിംഗിളിൽ നമുക്ക് ഇൻഡിവിജ്വൽ പ്രാക്ടീസ് ആണ്. അപ്പൊ അതില് ഗ്രൂപ്പിനെ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ടാവില്ല. പക്ഷെ ബാക്കിയുള്ള 2 ഐറ്റം ഗ്രൂപ്പ്, ഇപ്പൊ ഞാൻ മിക്കവാറും ഒരു ഗ്രൂപ്പ് ഡാൻസ് അല്ലെങ്കിൽ തിരുവാതിര അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സോങ് അല്ലെങ്കിൽ ദേശഭക്തിഗാനം അങ്ങനെയാവും പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സ്കൂൾ മിക്കവാറും എന്താ പറയുക 2 ഐറ്റത്തിന് തന്നെ ആണ്. ഒന്ന് ഡാൻസും ഒന്ന് പാട്ടും ആയിരിക്കും ഓൾമോസ്റ്റ് എപ്പോഴും. അപ്പോൾ ഈ ഒരു സമയത്തെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു മുന്നുള്ള ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രാക്ടീസ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് 2 സ്ഥലത്ത് പോകേണ്ടത് കൊണ്ട് ഗ്രൂപ്പ് ഡാൻസിന് പോകും, അതിനുശേഷം ഗ്രൂപ്പ് സോങ്ങിന് പോകും, എന്നിട്ട് അതിന്റെ പ്രാക്ടീസിന് ഇതിൽ വരും. അപ്പൊ ഇത് എന്റെ പേഴ്സണൽ കാര്യം കേട്ടോ. ഇതുപോലെയല്ല, മേ ബി ഡാൻസിന് തന്നെ നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് ആദ്യം തന്നെ പറയുന്നൊരു കാര്യം, നിങ്ങൾ 10 പേരുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ 7 പേരുണ്ടെങ്കിൽ നിങ്ങൾ 7 പേരും ഒരേപോലെ വേണം കളിക്കാനെന്നാണ്. ഒരേ സ്ഥലത്ത് നോക്കണം, ഒരേ സ്ഥലത്ത് കൈയെടുക്കണം, ഒരേ ടക് ടക് ബീറ്റിന് ടക് ടക് ആയിട്ട് അങ്ങനത്തെ ഒരു സ്ഥലം പോകണം എന്നൊക്കെയാണ് നമ്മൾ ഡാൻസിനാണെങ്കിൽ പറയുന്നുണ്ടാവുക. ഇപ്പൊ ഒപ്പനയാണെങ്കിൽ തന്നെ ഒരേ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യണം, ഒരേ എനർജി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ ചിലപ്പം ഈ എന്താ പറയുക പ്രാക്ടീസിനിടയ്ക്ക് തെറ്റിക്കുമ്പോഴാണെങ്കിൽ പോലും പറയും, ഒരാൾ തെറ്റിച്ച് വെച്ചിട്ട് നിങ്ങൾ അത് കണ്ടു എന്ന് തന്നെ വിചാരിക്കരുത്. സപ്പോസ് നിങ്ങളുടെ പാട്ട് നിന്ന് പോയാൽ പോലും നിങ്ങൾ നിർത്താതെ വേണം കളിക്കാനായിട്ട്. കണ്ടിന്യൂസ്ലി നിങ്ങൾ കളിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ള രീതിക്കാണ് നമുക്ക് ഫസ്റ്റ് മുതലേ കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ. നമ്മൾ അതിനാണ് ട്രെയിൻഡ് ആവുന്നത്. കൂടെ ഉള്ള ഒരാൾ നിന്ന് പോയി, അല്ലെ അയാളുടെ ചിലം കഴിഞ്ഞു പോയി, അയാളുടെ കമ്മൽ ഒരു കാലെ കുത്തി, ആ കുട്ടിയും കളിക്കും. ആ കുട്ടിയുടെ കാലിൽ കമ്മൽ കുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഡാൻസ് കളിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറ്റുന്നു അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. അതാണ് നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന കുട്ടികളാണ് എല്ലാവരും. ഇതിനുശേഷം നമ്മൾ ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിലോട്ടൊക്കെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ നമ്മൾ റെഡി ആവുന്ന സമയം മുതൽ, മേക്കപ്പ് ചെയ്ത് തുടങ്ങുന്ന മൊമെന്റ് മുതൽ പിന്നെ അങ്ങോട്ട് ഫുഡ്, വെള്ളം ഇതൊക്കെ നല്ല കുറവായിരിക്കും. നമ്മൾ നല്ല പോലെ കുറയ്ക്കും. കാര്യം ഒന്ന്, നമുക്ക് ടെൻഷൻ ആയിരിക്കും, എങ്ങനെ കളിക്കാൻ പറ്റും, എന്താവും അങ്ങനെയുള്ള ടെൻഷൻസ് ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഡ്രസ്സെല്ലാം നല്ല ടൈറ്റ് ഫിറ്റ് ഡ്രസ്സസ് ഒക്കെ ആയിരിക്കും. ഇപ്പോൾ അതുപോലെ നമുക്ക് യൂറിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഭരതനാട്യം കളിക്കുന്നവർക്ക്, അതുപോലെ കഥകളി, കുച്ചിപ്പുടി, അങ്ങനെ എന്ത് ആയിക്കോട്ടെ, നമുക്ക് ഈ പറഞ്ഞ എന്ത് ആർട്ട് ഫോമിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂറിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ യൂറിനേറ്റ് ചെയ്യണത് എപ്പോഴാണ്? നമ്മൾ വെള്ളം കുടിച്ച് വയറെന്നറിയുമ്പോഴാണ്. അപ്പൊ നമ്മൾ വെള്ളം കുടിക്കില്ല. അപ്പോൾ ഇത് പാടാണ്, ഇത് അഴിക്കണം. ഇതിന്റെ ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ലൈക്ക് ചിലപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ മുമ്പൊക്കെ ഇങ്ങനെ സീറ്റ് എല്ലാം വെക്കും, സ്ട്രക്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബാക്ക് സീറ്റ് വെക്കും. അപ്പോൾ ഇതെല്ലാം അഴിച്ചിട്ട് വേണം നമ്മൾ യൂറിനേറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ, അല്ലെ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ. അപ്പോൾ ഈ അഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വെള്ളം കുടിക്കില്ല. എന്റെ കാര്യം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. വെള്ളം കുടിക്കില്ല. നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് വെള്ളമായിരിക്കും. പിന്നെ ജസ്റ്റ് സിപ്പ് ചെയ്ത് ഇരിക്കുക, അങ്ങനെയൊക്കെ. പാട്ടാണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുക. അതിന് ഈ പറഞ്ഞ ഡ്രസ്സിങ് പരിപാടികൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു. കാര്യം തൊണ്ട ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണമല്ലോ. അങ്ങനെ അപ്പോൾ
അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ സ്റ്റേജിൽ കയറുന്നുണ്ടാവുക. പിന്നെ ഇപ്പം നമ്മൾ സ്റ്റേജിൽ കയറി നമ്മുടെ കൂടെ ഉള്ള ഒരു കുട്ടിക്ക് വയ്യാതെ വന്നു, അതിൻ്റെ കൈ പൊട്ടി നിറയെ ചോര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നമ്മളത് കണ്ടു. പക്ഷേ നമ്മളതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ നമ്മൾ പാടിക്കൊണ്ടിരിക്കണ അല്ലെങ്കിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കണായിട്ട് നമ്മൾ നിർത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ എഫേർട്ട് എടുത്തതിന് ശേഷമാണ് നമ്മൾ കലോത്സവത്തിന് സ്റ്റേറ്റ് ലെവലൊക്കെയാണ് പ്രത്യേകിച്ച് സ്റ്റേജിൽ കയറുന്നത്. അപ്പോൾ ഒറ്റൊരു മൊമെന്റ് കൊണ്ട് അത് ക്യാൻസൽ ആയി പോകും നമ്മൾ നിർത്തിയാൽ. മനസ്സിലായോ? ഇപ്പൊ എൻ്റെ കൈ പൊട്ടി ചോര വരാണ്, ഞാൻ പാട്ട് പെട്ടെന്ന് നിർത്തിയെന്ന് വിചാരിക്കുക, എൻ്റെ ഫുൾ ടീം ഡിസ്ക്വാളിഫൈഡ് ആകും. ഇപ്പൊ ഞാൻ പാടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ലൈക്ക് ഞാൻ തലയിറങ്ങി വീണു, എൻ്റെ ടീം എന്നെ കണ്ട് നിർത്തി വിചാരിച്ചാൽ ആ ഹോൾ ടീം ഡിസ്ക്വാളിഫൈഡ് ആകും എന്നുള്ളത് കൊണ്ടും അവർക്കൊരു ഗ്രേഡ് പോലും കിട്ടില്ല എന്നുള്ളത് കൊണ്ടും കുട്ടികൾ എന്താ ചെയ്യുക, അവരെ കൂടെയുള്ള സഹപാഠി ആയിരിക്കും ചിലപ്പോൾ തല ഇറങ്ങി അവിടെ വീണ് കിടക്കുന്നുണ്ടാവും, അവരത് മൈൻഡ് ചെയ്യില്ല, അവരെ കണ്ടിന്യൂ ചെയ്ത് പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന്റെ ഒരു ഭവിഷ്യത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തലകറങ്ങി വീണ് കിടക്കുന്ന കുട്ടി എന്തുകൊണ്ട് തലകറങ്ങി വീണു, മേ ബി ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണെങ്കിലോ അല്ലെ എന്തെങ്കിലും അസുഖം കൊണ്ടാണ് തലകറങ്ങി വീഴുന്നതെങ്കിൽ നമുക്കത് അറിയാൻ പറ്റില്ല. അൺലെസ് ഓർ അൺടിൽ ഈ പെർഫോമൻസ് കഴിഞ്ഞ സ്റ്റേജിന്റെ കേർട്ടൺ താഴെ വീഴുന്നത് വരെ ഈ കുട്ടികൾ അതിനെ നോക്കില്ല. കാര്യം അവരങ്ങനെയാണ് ട്രെയിൻ ചെയ്യിക്കുന്നത്. സപ്പോസ് റൂൾസ് ഉണ്ട് വിചാരിക്കുക, ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ തലയിറങ്ങി വീണു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവില്ല. പ്രോഗ്രാംസിന്റെ ഏറ്റവും എൻഡിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി തരും, അപ്പൊ നിങ്ങൾ പെർഫോം ചെയ്താൽ മതി. അങ്ങനെ ഒരു റൂളോ എന്തെങ്കിലും വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾ കുറച്ചും കൂടിയൊക്കെ ഈ സഹാനുകമ്പയൊക്കെ അവിടെ കാണിക്കും. ഇവരാരും സഹാനുകമ്പയും അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ഒപ്പമുള്ള ആളുകളുടെ സ്നേഹവും കരുണയും ഇല്ലാത്തവരല്ല. പക്ഷെ അവരുടെ ചാൻസ് നഷ്ടപ്പെട്ടു പോകില്ല. ആ തലയിറങ്ങി വീണ് കിടക്കുന്ന കുട്ടിക്കുൾപ്പെടെയുള്ള ഗ്രേഡാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ആ ഒരൊറ്റ കൺസേണിന്റെ പുറത്താണ് അവരത് കണ്ടിന്യൂ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എന്തൊരു ദയനീയമായുള്ള ഒരു അവസ്ഥയാണ് അതെന്ന്. ഇപ്പൊ ഇതിനൊക്കെ ഒരു റൂൾ ചേഞ്ച് കൊണ്ടുവന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങളുടെ ഹെൽത്ത് ആണ് ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വയ്യാതെ വരുവാണെങ്കിൽ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് സാധനമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ അവർ ഡെഫിനറ്റ്ലി അവരൊപ്പമുള്ളവരെ നോക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പം നിങ്ങൾ തന്നെ ഒരുപാട് ന്യൂസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഒക്കെ നഷ്ടമാവുന്നത് കാലേന്ന് അഴിഞ്ഞു പോയ ചിലങ്ക കൊണ്ടായിരിക്കും. ചിലങ്ക അഴിഞ്ഞു പോയതിന് ആ കുട്ടിക്ക് എന്താ ചെയ്യാൻ പറ്റുക? മനസ്സിലായോ? ഇപ്പോൾ ഒരു കമ്മൽ ഊരി താഴെ പോയി, ഞാനൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ ഓൾമോസ്റ്റ് എപ്പോഴും എൻ്റെ കമ്മൽ ഊരി പോകും. ഞാൻ എത്ര കൺട്രോൾ ചെയ്ത് കളിച്ചാൽ എൻ്റെ കമ്മൽ എന്തായാലും ഊരി പോകും. ലാസ്റ്റിൻ്റെ മിസ്സൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 3-4 മൂടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് തരും പോവാതിരിക്കാൻ വേണ്ടി. കാര്യം അത് പോയ ഡിസ്ക്വാളിഫൈഡ് ആണ്. ആ ഒരു ഒറ്റ റീസന്റെ പേരിലായിരിക്കും ചിലപ്പോൾ നമുക്ക് മാർക്ക് കുറയ്ക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കമ്മൽ ഊരി പോയതിന് അത്ര നാളത്തെ എഫേർട്ടിന് ഒന്നും ഒരു വാല്യൂ ഇല്ലാതാവുക. അതൊക്കെ കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര പ്രഷറാണ്, ഭയങ്കര പെയിനാണ്. പക്ഷെ നോബഡി കെയേഴ്സ്. കലോത്സവം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാണാൻ നല്ല രസമുള്ള, ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന, ഭയങ്കര ഒരു വൈബുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ ഈ കുട്ടികൾ അണ്ടർഗോൺ ആവുന്ന കുറെ പ്രഷേഴ്സ് ഉണ്ട്. അതൊന്നും എവിടെ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ചില സമയത്ത് നമുക്ക് കാണാറുണ്ട് ഈ ജഡ്ജസിന്റെ ക്വാളിഫിക്കേഷൻസ് വിളിച്ചു പറയും. സോപാന സംഗീതം ജഡ്ജ് ചെയ്യാനിരിക്കുന്നത് ചിലപ്പോൾ എന്താ പറയുന്നത്, കർണാടക സംഗീതം 15 കൊല്ലമായി അഭ്യസിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരാളായിരിക്കും. ആൾക്ക് സോപാന സംഗീതത്തെ കുറിച്ച് എങ്ങനെയാണ് അറിയുണ്ടാവുക? ചിലപ്പോൾ അറിയുണ്ടാവും കേട്ടോ, മേ ബി. പക്ഷെ എന്നാൽ പോലും അയാൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് കണ്ണിനൊരു പ്രശ്നം വന്നു, നിങ്ങൾ പോയിട്ട് ഡെന്റിസ്റ്റിനെ ആണോ കാണുക? അല്ലല്ലോ. നമുക്ക് കണ്ണിന് പ്രശ്നം വന്നാൽ നമ്മൾ ഒപ്താൽമോളജിസ്റ്റിനെ തന്നെ കാണണ്ടേ? അതുപോലെ തന്നെയാണ് കർണാടക സംഗീതത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് സോപാന സംഗീതം ജഡ്ജ് ചെയ്യുക? ഇതൊരു എക്സാമ്പിൾ മാത്രം കേട്ടോ ഞാൻ പറയണേ. ഇതേപോലെ തിരിച്ച് ഒരുപാടുണ്ട്. ഇപ്പൊ ഈ തിരുവാതിര കളിയൊക്കെ പ്രത്യേകിച്ച് ഇതിനൊക്കെ ഒത്തിരി റൂൾസ് ഉണ്ട്. ചിലവർ പറയുന്നത് വട്ടക്കൈ പിടിച്ച് കളിക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് കൈ ഒരിക്കലും ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ എടുത്തിടുന്നത്, ഈ കൈ ഇങ്ങനെ വിടർത്തി പിടിക്കരുത് എന്ന് പറയുന്ന അധ്യാപകരുണ്ട്. ഇതേപോലെ തന്നെ കൈ ചുരുട്ടി പിടിക്കണം, അത് പാടില്ല എന്ന് പറയുന്നവരുണ്ട്. കൈന്റെ പത്തി വിസിബിൾ ആവണമെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തിരുവാതിര കളിക്ക് തലേന്റെ മേളിൽ കൂടി കൈ പോയി ഡിസ്ക്വാളിഫൈഡ് ആവും എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനത്തെ റൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുകയും അതുപോലെ തന്നെ ഈ എന്താ പറയുന്നത്, കുട്ടികൾക്ക് ഇത്രയധികം പ്രഷർ ഉണ്ടാവാതെ നോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കലോത്സവമൊക്കെ കുറച്ചും കൂടിയൊക്കെ ബ്യൂട്ടിഫുൾ ആവുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പോൾ ഇനിയിപ്പോൾ സംസ്ഥാന കലോത്സവം വരാൻ പോകുന്നു. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും നമ്മുടെ ജില്ലാ കലോത്സവങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തെങ്കിലും
ഇനിയെങ്കിലും ഒരു ചെറിയ മാറ്റമെങ്കിലും വന്നാൽ, ഈ വീഡിയോ കണ്ടിട്ട് ഒരു മാറ്റം വരുന്ന വിചാരിക്കണില്ല, ബട്ട് സ്റ്റിൽ ഞാൻ അങ്ങനെ പറയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.